ഈ ഒരു വീഡിയോയിൽ ലാംബോർട്ടിൻ്റെ അൽഗോരിതം പറയാൻ പോകുന്നു. അപ്പം അതുപോലെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു 3 പ്രോസസ്സ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പം ഒരു P0, P1, P2 ഇതാണ് ആ 3 പ്രോസസ്സ്. ഇതിലിപ്പോൾ നിലവിൽ P0ന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യണം. സോ അപ്പം ഈ P0 എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം മറ്റുള്ള, അതായത് P0 ഒഴിച്ച് ബാക്കിയുള്ള പ്രോസസ്സിനോട് എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് നടത്തും. അത് എനിക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ഓക്കെ ആണെങ്കിൽ ഇവരൊരു റിപ്ലൈ മെസ്സേജ് കൊടുക്കും ഈ P0. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ P0 ഇങ്ങോട്ടേക്ക് അയക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇയാളുടെ ടൈം സ്റ്റാമ്പ്, അതായത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം, അതാണ് ടൈം സ്റ്റാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈക്ക് ഒരു എക്സാമ്പിൾ, ഒരു 10 മണിക്ക് ഇയാൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇയാൾ ഇതുണ്ട്, അതായത് ഇയാളുടെ പ്രോസസ് ID, പ്രോസസ് നമ്പർ 1, അതുപോലെ തന്നെ ഇയാൾക്കും ഉണ്ടാവും. അതായത് P0 ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിനും അയക്കണം. ഓക്കെ, അപ്പോൾ P1 അയച്ച് P2 അയച്ച്. സോ ഓക്കെ, ഇതേ ടൈമിൽ തന്നെ ഈ നമ്മുടെ ഈ ഓരോ പ്രോസസ്സിനും ഒരു റിക്വസ്റ്റ് ക്യൂ ഉണ്ടാവും. ഓക്കെ, സോ ആ റിക്വസ്റ്റ് ക്യൂവിൽ P0ൻ്റെ റിക്വസ്റ്റ് ക്യൂവിൽ P0 തന്നെ അയാൾ ഇങ്ങനെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. അതായത് P0 ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, P0 അത് ഇയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ P0 പ്ലേസ് ചെയ്തു. അതായത് ഇയാൾ ഇത് അയക്കുന്ന, ഈ റിക്വസ്റ്റ് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ പോയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതായത് ഇയാളുടെ ID വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റിക്വസ്റ്റ് മെസ്സേജ് ആണ്. ഓക്കെ, എനിക്കത് ലൈക്ക് ലാപ്പിലായതുകൊണ്ട് ലൈക്ക് വരക്കാനും എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഈ P1 എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ബാക്കിയുള്ള പ്രോസസ്സ് റിക്വസ്റ്റ് മെസ്സേജ് വന്നാൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ റിക്വസ്റ്റ് ക്യൂയിലേക്ക് ഇപ്പം വന്ന ആ റിക്വസ്റ്റ് മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ ഒരു ID എടുത്തു വെക്കും. ഓക്കെ, ഈ ഒരു കേസിൽ ഇപ്പോൾ P0 എന്നല്ല വന്നില്ല, അപ്പോൾ P0 എടുത്തു വെച്ചു. അതുപോലെ തന്നെ P2 എന്ത് ചെയ്തു, P0 എന്ന് റിക്വസ്റ്റ് മെസ്സേജ് വന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ ലൈക്ക് ഒരു ID എടുത്തു വെച്ചു റിക്വസ്റ്റ് ക്യൂവിൽ. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് അതായത് റിക്വസ്റ്റിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. സോ സപ്പോസ്, അതായത് ഈ പ്രോസസ്സ് റിക്വസ്റ്റ് വന്ന പ്രോസസ്സ് ഉണ്ടല്ലോ P1, P2, അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതെന്ത് ചെയ്യും, ഇവർക്ക് ഓക്കെ ആണ്, അതായത് P0 എക്സിക്യൂട്ട് ചെയ്തോട്ടെ എന്നാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഈ P0ന് ഒരു റിക്വസ്റ്റ് മെസ്സേജ്, ടൈം സ്റ്റാമ്പ്ഡ് റിക്വസ്റ്റ് മെസ്സേജ് അയക്കും. എന്തായിരിക്കും, റിപ്ലൈ മെസ്സേജ്, ടൈം സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള റിപ്ലൈ മെസ്സേജ് ഇയാളും, അതായത് P1 എന്ത് ചെയ്യും, P0 പറയും നീ എക്സിക്യൂട്ട് ചെയ്തോ. അതിനും അയാൾ എന്ത് ചെയ്യും, ഇയാളും ഒരു ടൈം സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള റിപ്ലൈ മെസ്സേജ് അയക്കും. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ P0 എന്ന് പറയുന്ന പ്രോസസ്സ് ബാക്കിയുള്ള പ്രോസസ്സിനോട് റിക്വസ്റ്റ് ചെയ്യും. അതേ ടൈമിൽ തന്നെ അയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ അയാൾ എടുത്തു വെക്കും അയാളുടെ പ്രോസസ് ID. അതേപോലെ മറ്റുള്ള പ്രോസസ്സിന് റിക്വസ്റ്റ് വന്നാൽ അവരും എന്ത് ചെയ്യും, അവരുടെ റിക്വസ്റ്റ് ക്യൂവിലേക്ക് ഇപ്പം റിക്വസ്റ്റ് വന്ന പ്രോസസ്സിൻ്റെ ഒരു ID എടുത്തു വെക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, റിപ്ലൈ മെസ്സേജ് കൊടുക്കും, ടൈം സ്റ്റാമ്പ്ഡ് റിപ്ലൈ മെസ്സേജ്. എന്തുകൊണ്ട് അത് ടൈം സ്റ്റാമ്പ്ഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം ഇനിയിപ്പം സൈറ്റ്, അതായത് സൈറ്റ് S1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോസസ്സിനെ തന്നെ. ഓക്കെ, നിങ്ങൾ ഇപ്പം P0 എന്ന് ആലോചിച്ചാൽ മതി. അതായത് P0, അപ്പോൾ P0ന് എപ്പോഴാണ് ഈ ക്രിട്ടിക്കൽ സെക്ഷനിന് എൻ്റർ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ SIക്ക് ഞാൻ പറഞ്ഞല്ലോ, SIക്ക് ഇവരുടെ നിന്നുള്ള ഒരു റിപ്ലൈ മെസ്സേജ് വന്ന്, ടൈം സ്റ്റാമ്പ്ഡ് റിപ്ലൈ മെസ്സേജ്. അപ്പം ആലോചിക്കുക, അതായത് P2 ഇയാൾക്ക് റിപ്ലൈ കൊടുത്തത് ഒരു 10 വിചാരിക്കുക. അതുപോലെ ഈ P1 ഇയാൾക്ക് റിപ്ലൈ കൊടുത്തത് ഒരു 10:40 വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ ഇയാൾക്ക് ഇപ്പം രണ്ട് ടൈം സ്റ്റാമ്പ് റിപ്ലൈ മെസ്സേജ് വന്നല്ലോ. അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോസസ് PI, അത് റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സിന് വന്ന റിസീവ് മെസ്സേജിലെ ടൈം സ്റ്റാമ്പ് എന്തായിരിക്കണം, ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ടൈമിനേക്കാൾ ഹയർ ആയിരിക്കണം. അത് ജസ്റ്റ് ലോജിക്കൽ ആലോചിച്ചാൽ ഇയാൾ 10 മണിക്കാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, അപ്പം ഇയാൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന റിപ്ലൈ മെസ്സേജ് എന്തായാലും ആ 10 മണിക്ക് ശേഷമുള്ളതായിരിക്കണ്ടേ. അപ്പം അതുകൊണ്ട് അതായത് ഇപ്പോൾ 10:10, 10:40, അതായത് 10 മണിക്ക് അതിനേക്കാളും ഹയർ ആയിട്ട് വരുന്ന ഒരു ടൈമല്ലേ. ഇപ്പോൾ ഇയാൾ 10 മണിക്ക് റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ ഇയാൾ അയക്കുന്ന ടൈം സ്റ്റാമ്പ്ഡ് റിക്വസ്റ്റിൽ ടൈം ഒരു പക്ഷേ 9 മണി ആയിരുന്നു എങ്കിൽ അതെന്തായിരിക്കും, ഒരു എറർ ആയിരിക്കൂലേ. അതൊരിക്കലും നടക്കാത്ത കാര്യം, കാരണം ഇയാൾ 10 മണിക്ക് റിക്വസ്റ്റ് ചെയ്തു, അപ്പം അതിനുശേഷം മാത്രമേ റിപ്ലൈ മെസ്സേജ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് ഇപ്പം പ്രോസസ് 0ന് വന്ന റിസീവ് മെസ്സേജ് എപ്പോഴും എന്തായിരിക്കണം, ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ടൈമിനേക്കാൾ എന്തായിരിക്കണം, വലുതായിരിക്കണം. പിന്നെ എന്തായിരിക്കണം വെച്ചാൽ SIയുടെ, അതായത് P0 എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സിൻ്റെ ഒരു ക്യൂ ഉണ്ടല്ലോ, റിക്വസ്റ്റ് ക്യൂ, അതിലെപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സ് ആയിരിക്കണം ടോപ്പിൽ ഉണ്ടാവേണ്ടത്. അതായത് ഇപ്പം ഈ ഒരു ക്യൂവിൽ ആരെ ടോപ്പിലുള്ള,
അപ്പം ഈ റിക്വസ്റ്റ് ക്യൂല് P0 റിക്വസ്റ്റ് ക്യൂല് ആരാ ടോപ്പിലുള്ള P0 അല്ലേ. അപ്പം രണ്ട് കണ്ടീഷനും എന്തായി സാറ്റിസ്ഫൈ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ P0 എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സൈറ്റ് എസ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ. ഒരുപക്ഷെ ഇതിലിപ്പം ഇതിൻ്റെ അതായത് ഇപ്പം റിക്വസ്റ്റ് ക്യൂ എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പം ഒരുപക്ഷെ ഇതിലിപ്പം റിക്വസ്റ്റ് ക്യൂവിൽ P1 ആയിരുന്നു ടോപ്പിൽ ഉണ്ടായിരുന്നത് എങ്കിൽ P0 എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യില്ല. കാരണം P0 മുന്നേ മറ്റൊരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം അയാൾ എക്സിക്യൂട്ട് ചെയ്ത് പുറത്തു പോയാൽ മാത്രമേ P0 കയറാൻ പറ്റൂ. പക്ഷേ ഈ കണ്ടീഷനിൽ ഈ രണ്ട് കണ്ടീഷൻ, അതായത് ഒന്നാമത്തെ എന്താ വെച്ചാൽ വന്ന ടൈം, അതായത് മെസ്സേജ് റിസീവ് ചെയ്ത ടൈം എന്ന് പറയുന്നത് ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ടൈമിന് ശേഷമാണ്. പിന്നെന്ന് വെച്ചാൽ ഇയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ ടോപ്പിലുള്ളത് ഇയാൾ തന്നെയാണ്. ഓക്കെ. അതായത് വേറെ ആരും ഇയാൾക്ക് മുന്നേ ഇല്ല ഇനി ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം, ഇയാളാണ് ടോപ്പിലുള്ളത്. അപ്പോൾ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി. ഇനി എപ്പോഴാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ്, അതായത് ഇയാൾ നമ്മുടെ P0 എന്ന് പറയുന്ന പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അയാൾ പുറത്ത് വരാൻ പോകും. പുറത്ത് വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇയാളുടെ, അതായത് ഈ പ്രോസസ് 0 അല്ലെങ്കിൽ സൈറ്റ് SI ഇയാളുടെ എന്ത് ചെയ്യും, നമ്മൾ ക്യൂല് നമ്മൾ ആഡ് ചെയ്തില്ലേ P0, അതിനെ എന്ത് ചെയ്യും, ആദ്യം റിമൂവ് ചെയ്യും. ഓക്കെ. ആദ്യം ഇതായി P0 എന്ത് ചെയ്യും, ടോപ്പ് ഓഫ് ദ ക്യൂന്ന് റിമൂവ് ചെയ്യും ഒന്നാമത്. രണ്ടാമത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു റിലീസ് മെസ്സേജ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിനും, അതായത് നമ്മുടെ P1നും P2നും എന്ത് ചെയ്യും, ഒരു റിലീസ് മെസ്സേജ് അയക്കും. അതായത് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, ഞാൻ ക്രിട്ടിക്കൽ സെക്ഷനിൽ ലൈക്ക് പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ റിലീസ് മെസ്സേജ് കിട്ടുമ്പോൾ നമ്മുടെ സൈറ്റ്, അതായത് ബാക്കിയുള്ള പ്രോസസ്സ് എന്ത് ചെയ്യും, ഈ P0നെ ഇവരുടെ റിക്വസ്റ്റ് ക്യൂവിൽ നിന്നും റിമൂവ് ചെയ്യും. ഓക്കെ. അപ്പം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ P0 ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, അയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ നിന്നും ആദ്യം അയാളെ ഒഴിവാക്കും. അതിനുശേഷം ഒരു റിലീസ് മെസ്സേജ് ബാക്കിയുള്ള പ്രോസസ്സിന് അയക്കും. അപ്പം ബാക്കിയുള്ള പ്രോസസ്സിന് റിക്വസ്റ്റ് മെസ്സേജ് കിട്ടിയാൽ അവരുടെ ക്യൂവിൽ നിന്നും ഈ P0നെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. സോ ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്ന് ഒന്നും കൂടി പറയാം. അതായത് ഇപ്പം സൈറ്റ് SJ, അതായത് നമ്മുടെ പ്രോസസ് P0 ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണം. അതൊരു റിക്വസ്റ്റ് മെസ്സേജ് ബാക്കിയുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം രണ്ട് കാര്യങ്ങൾ, ടൈം സ്റ്റാമ്പും ആ പ്രോസസ്സിൻ്റെ ഒരു ID, അങ്ങനെ ആലോചിച്ചാൽ മതി. ടൈം സ്റ്റാമ്പും ID എന്ത് ചെയ്യും, മറ്റുള്ള പ്രോസസ്സിന് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അയാളുടെ റിക്വസ്റ്റ് ക്യൂവിലേക്കും ഈ കാര്യങ്ങൾ ആഡ് ചെയ്യും. ഇനി എപ്പോഴാണോ സൈറ്റ് SJ ബാക്കിയുള്ള പ്രോസസ്സിന് ഈ റിക്വസ്റ്റ് മെസ്സേജ് വരുന്നത്, അവർ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് മെസ്സേജിലുള്ള ഐനെ എടുത്തിട്ട് അവരുടെ റിക്വസ്റ്റ് ക്യൂവിലേക്ക് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ടൈം സ്റ്റാമ്പ്ഡ് റിപ്ലൈ മെസ്സേജ് നമ്മുടെ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് അയച്ചു കൊടുക്കും. അപ്പം ഇവർ അയച്ചു കൊടുത്ത്, അപ്പം ഇനി ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാനുള്ള കണ്ടീഷൻ, അതായത് ഇവർ അയച്ചു കൊടുത്ത റിസീവ് മെസ്സേജിലെ ടൈം സ്റ്റാമ്പ് ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ടൈമിനേക്കാൾ ഹയർ ആണ്. പിന്നെ ഇപ്പം അതായത് നമ്മുടെ പ്രോസസ് I അല്ലെങ്കിൽ പ്രോസസ് 0ൻ്റെ റിക്വസ്റ്റ് ക്യൂവിൽ ടോപ്പിലുള്ളത് അയാൾ തന്നെയാണ് എങ്കിൽ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാം. ഇനി ക്രിട്ടിക്കൽ സെക്ഷൻ റിലീസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, പ്രോസസ് P0 അല്ലെങ്കിൽ സൈറ്റ് SI എന്ത് ചെയ്യും, ഒരു അയാളുടെ റിക്വസ്റ്റ് ക്യൂവിൽ നിന്നും അയാളുടെ ID റിമൂവ് ചെയ്യും. എന്നിട്ട് ഒരു ടൈം സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള റിലീസ് മെസ്സേജ് ബാക്കിയുള്ള പ്രോസസ്സിന് അയച്ചു കൊടുക്കും. സോ അവർ അത് കിട്ടുന്ന ടൈമിൽ അവരും എന്ത് ചെയ്യും, അവരുടെ സൈറ്റിൽ നിന്നും നമ്മുടെ P0നെ, അതായത് ഇതിനെ റിമൂവ് ചെയ്യും. ഓക്കെ. ഇതാണ് ലാംബോർട്ട് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.